നമസ്കാരം. വീട്ടമ്മാസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് വീട്ടമ്മാസിലൂടെ ഒരു വെറൈറ്റി പനീർ പായസമാണ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ നവരാത്രി സ്പെഷ്യൽ പനീർ പായസമാണിത്. നവരാത്രിക്ക് നമുക്ക് മധുരം വിളമ്പണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ശരിക്കും ബംഗാളികളുടെ ഒരു ഓത്തൻറ്റിക് ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ ഡിഷാണ് പനീർ പായസം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടി നമുക്ക് ആദ്യം പനീർ ഉണ്ടാക്കണം. അപ്പോൾ ഇങ്ങനെ പനീർ പായസമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് അപ്പോഴുണ്ടാക്കുന്ന പനീർ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പനീർ വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ പാൽപ്പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രങ്ങൾ, തവി എല്ലാം നല്ല വൃത്തിയുള്ളതായിരിക്കണം. അപ്പോൾ നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ പാല് തിളച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് തീ ഓഫ് ചെയ്ത് വെക്കുക. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീര് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ വിനാഗിരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, നമ്മളത് പാല് മൊത്തം പിരിഞ്ഞ് വരുന്ന വരെ, അതാണ് അതിൻ്റെ കണക്കെന്ന് പറയുന്നത്. വിനാഗിരി കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. അല്ല എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കരുത്, കുറേശ്ശെ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പോൾ നമ്മുടെ പാല് മൊത്തം പിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് ഒരു വെള്ള തുണിയിൽ അല്ലെങ്കിൽ ഒരു തോർത്തിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക. ഒരു അരിപ്പയിൽ വെച്ചതിന് ശേഷം ഇതിൽ വെള്ള തുണിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ പനീർ മാത്രമായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് അതിൻ്റെ മേളിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. കാരണം വെള്ളം ഒഴിച്ച് അതിൻ്റെ ആ വിനാഗിരിയുടെ ഇതൊക്കെ അങ്ങ് മാറിയതിന് ശേഷം വേണം പിഴിഞ്ഞെടുക്കാനായിട്ട്. നമ്മൾ പായസത്തിൽ പാലിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സാധാരണ പനീർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു കിഴി പോലെ കെട്ടി വയ്ക്കത്തില്ലേ, അതുപോലെ തന്നെ നമുക്ക് ഇതൊന്ന് പിഴിഞ്ഞിട്ട് ഇതിലകത്തെ വെള്ളം മൊത്തം പോകണം. അപ്പോൾ വെള്ളം മൊത്തം നമുക്ക് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം നമുക്ക് 1 മണിക്കൂർ ഇത് മാറ്റി വയ്ക്കാം. ഇങ്ങനെ ഒരു കിഴി പോലെ ആക്കിയിട്ട് നമുക്കിതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പാല് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. പാല് തിളച്ച് നല്ല കുറുകി കിട്ടണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് പാല് തിളപ്പിക്കാം. അപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അളവെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ പാലിലോട്ട് പഞ്ചസാരയും കൂടി നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് പാലിലോട്ട് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇടുന്ന പോർഷൻ എൻ്റെ വീഡിയോ നഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറയുന്നത്. അപ്പോൾ അതേ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പനീറിൻ്റെ അവസ്ഥ ഇതാണ്, നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പനീർ പായസത്തിലോട്ട് പനീർ ഒന്ന് പൊടിച്ചിട്ടാണ് ഇടുന്നത്. ഇങ്ങനെ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പൊടിച്ചു കൊടുക്കുക. അപ്പോൾ പനീർ പായസത്തിൽ 2 രീതിയിൽ പനീർ ഇടാറുണ്ട്. അതായത് പനീർ ഉരുട്ടി കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയിട്ട് പാലിലോട്ട്, അതായത് കുങ്കുമപ്പൂവും പാലും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് പാലിലോട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. അതല്ലാതെ ഇങ്ങനെ പനീർ പൊടിച്ചിട്ടും ഇടാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പൊടിച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ പനീറെല്ലാം ഇതേ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലോട്ട്, അതായത് തിളച്ച് വറ്റി വരുന്ന പാലിലോട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ പാൽ എന്തുവായെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. പാല് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തുടരെ ഇളക്കി കൊടുക്കണം. അടിക്കൊന്നും പിടിക്കാൻ പാടില്ല. പാലിപ്പോൾ നമ്മൾ 1 ലിറ്റർ പാലെടുക്കണമെങ്കിൽ അത് 1/2 ലിറ്റർ പാലായിട്ട് തിളച്ച് കുറുകി വരണം. അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോഴാണ് ആ പായസത്തിന് ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് പഞ്ചസാരയും ഏലക്കയും അതുപോലെ തന്നെ കുങ്കുമപ്പൂവും കലക്കിയതും ഒഴിക്കാം. കുങ്കുമപ്പൂവ് നമ്മൾ മേടിക്കാനായിട്ട് കിട്ടും. അത് ജസ്റ്റ് നിങ്ങൾ കുറച്ച് പാലെടുത്ത് ഒരു സ്പൂൺ പാലെടുത്ത് ഒന്ന് സോക്ക് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പം പായസത്തിന് നല്ലൊരു നിറമൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുങ്കുമപ്പൂവ് ഇട്ടിട്ടില്ല. പഞ്ചസാരയും ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഞാൻ ഇട്ടിട്ടുണ്ട്. വീഡിയോ നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് ഇതിലിടാത്തത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സ്റ്റേജിൽ, അപ്പോൾ പാല് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നേരത്തെ എടുത്ത ക്വാണ്ടിറ്റി അല്ല, കണ്ണപ്പം അറിയാമല്ലോ. അപ്പോൾ കട്ടി കുറുകിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. അപ്പോൾ പനീർ ഇട്ടതിന് ശേഷം നമ്മളെപ്പോഴും സിം ടു മീഡിയം അത്രേ വയ്ക്കാവൂ. ഒരുപാട് ചൂട് കൂട്ടി കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ പനീർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഈ പനീറിനകത്ത് നമ്മുടെ പഞ്ചസാരയും പാലും ഒക്കെ പിടിച്ചങ്ങ് കുതിർന്ന് വരണം. പനീറിനകത്ത് ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ കിട്ടണം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ശരിക്കും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പാൽ പേടയൊക്കെ കഴിക്കത്തില്ല, അതിൻ്റെ ഒരു ടേസ്റ്റാണ് ശരിക്കും ഇത് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത്.
അപ്പോൾ പനീർ പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഉണ്ടാക്കി ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം, സാധാരണ പായസമൊക്കെ നമ്മൾ ചൂടോടെ കഴിക്കാറില്ല, ഇത് ഒന്ന് ഇരുന്നതിന് ശേഷം കഴിക്കുന്നതാണ് ടേസ്റ്റ്. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല തണുപ്പിച്ച് കഴിക്കാം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ ഒരു സ്റ്റേജിൽ ഞാൻ ബദാം ഇട്ട് കൊടുക്കുകയാണ്. ബദാം നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണമെങ്കിലും അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റേജിലാണ് ഇട്ട് ഇടുന്നത്. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പനീർ പായസം റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.